നമസ്കാരം. ഇന്നത്തെ വിഷയം ഉറപ്പുള്ള പെൻഷൻ അഥവാ അഷ്വേർഡ് പെൻഷൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് പ്രഖ്യാപിച്ച ഉറപ്പായിട്ടുള്ള പെൻഷൻ പദ്ധതിയെക്കുറിച്ചാണ്. അതില് സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്ക് അധ്യാപകർക്കും ബഡ്ജറ്റില് പ്രഖ്യാപിച്ച ഉറപ്പായ പെൻഷൻ പദ്ധതി, അതായത് അഷ്വേർഡ് പെൻഷൻ, അത് ഉത്തരവായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ: 2026 ഏപ്രിൽ 1 മുതൽ സർവീസിൽ പ്രവേശിക്കുന്നവർക്ക് കേരള ഗവൺമെന്റിന്റെ ഈ അഷ്വേർഡ് പെൻഷൻ സ്കീമോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ പെൻഷൻ സ്കീമോ തിരഞ്ഞെടുക്കാം. അവിടെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ വരുന്ന 2026 ഏപ്രിൽ 1 മുതലാണ് ഇതിന്റെ ഒരു എഫക്റ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ആ 2026 ഏപ്രിൽ 1 ശേഷം സർവീസിൽ ജോയിൻ ചെയ്യുന്നവർക്ക് രണ്ട് തരത്തിലുള്ള പെൻഷൻ സ്കീമിൽ ഏതെങ്കിലും സ്കീം തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ NPS നമുക്ക് ചേരാം, അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അഷ്വേർഡ് പെൻഷൻ സ്കീമിൽ ചേരാവുന്നതാണ്. ഇനി നിലവിൽ NPS അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നിലവിൽ നാഷണൽ പെൻഷൻ സ്കീമിൽ ഉൾപ്പെട്ടിട്ടുള്ള ജീവനക്കാർക്ക് ഈ അഷ്വേർഡ് പെൻഷൻ സ്കീം തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരവും ഉണ്ട്. എനിക്ക് NPS ഇനി മുതൽ വേണ്ട, ഞാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് അഷ്വേർഡ് പെൻഷൻ സ്കീമിലേക്ക് മാറുകയാണെന്ന് വെച്ചാൽ അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള ഒരവസരവും കൊടുക്കുന്നുണ്ട് ഈ ഉത്തരവിൽ. വിരമിക്കുന്ന സമയത്ത്, പെൻഷൻ ആകുന്ന സമയത്ത് ബേസിക് പേയുടെ 50% അഷ്വേർഡ് പെൻഷൻ സ്കീമിലെ പരമാവധി പെൻഷൻ തുക. നമ്മൾ വിരമിക്കുമ്പോഴുള്ള ബേസിക് പേയുടെ അല്ലെങ്കിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% കിട്ടണമെന്നില്ല. അത് സർവീസിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ നമുക്ക് 30 വർഷത്തെ സേവനമുണ്ടെങ്കിൽ, 30 വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ബേസിക് പേയുടെ 50%, അതായത് പകുതി നമുക്ക് പെൻഷൻ, അടിസ്ഥാന പെൻഷനായി ലഭിക്കുമെന്നാണ് ഉത്തരവിൽ പറയുന്നത്. അപ്പോ 25 വർഷമാണ് സർവീസ് എങ്കിൽ എന്ത് വരും? ഇപ്പോ 60,000 രൂപ ബേസിക് പേ ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ 60,000ത്തിന്റെ പകുതി എത്രയാണ്? 30,000. ആ 30,000 രൂപ ഏത് വിഭാഗത്തിന് കിട്ടും? 30 വർഷം സർവീസ് ഉണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. 30 വർഷം സർവീസ് ഉണ്ടെങ്കിൽ ഈ 60,000 ആണ് ലാസ്റ്റ് ബേസിക് പേ എങ്കിൽ അതിന്റെ പകുതിയായ 30,000 രൂപ കിട്ടും ബേസിക് പെൻഷനായിട്ട്. എന്നാൽ 20 വർഷമേ ഉള്ളൂ എങ്കിൽ എന്ത് വരും? ഒരാൾക്ക് 20 വർഷം സർവീസേ ഉള്ളൂ. അപ്പോ 60,000 ബേസിക് പേ ഉണ്ട് എങ്കിൽ ആ 60,000ത്തിന്റെ പകുതി എത്രയാ? 30,000. ആ 30,000 ഗുണിക്കണം 20/30 കൊണ്ട് ഗുണിക്കും. 20/30 കൊണ്ട് 30,000ത്തിനെ ഗുണിക്കും. അപ്പൊ കിട്ടുന്ന സംഖ്യ ആയിരിക്കും നമുക്ക് എന്ത് പെൻഷനായിട്ട് ലഭിക്കുക, ബേസിക് പെൻഷനായിട്ട് ലഭിക്കുക. അപ്പോൾ ഗുണിച്ചാൽ എത്രയാ വരിക എന്ന് നിങ്ങൾ കണക്ക് കൂട്ടി നോക്കുക. ഇതാണ് അതിലെ ഒരു വ്യത്യാസം. അത് ഇപ്പോ ഉള്ള സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീമിലും അങ്ങനെ തന്നെയാണ് പെൻഷൻ കണക്കാക്കുന്നത്. 30 വർഷത്തിനാണ് ഫുൾ പെൻഷൻ. അതിനനുസരിച്ച് സർവീസ് കുറയുന്നതിനനുസരിച്ച് ബേസിക് പെൻഷൻ കുറഞ്ഞ് വരികയും ചെയ്യും. ഇനി ഇതിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സാലറി സ്കെയിലിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കണക്ക് കൂട്ടുന്നത്. മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന് DRM അനുവദിക്കും. ഇപ്പോൾ നിലവിൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിൽ എന്ത് കൊടുക്കുന്നുണ്ട്? ബേസിക് പെൻഷനും അതിന്റെ DRും കൊടുക്കുന്നുണ്ട്. പെൻഷൻ ആയവർക്ക് DA അല്ല കൊടുക്കുന്നത്, DR ആ കൊടുക്കുന്നത്. ഡിയർനെസ് റിലീഫ് അഥവാ ക്ഷാമാശ്വാസം എന്ന് പറയും. അത് ഈ DAയും DRും ശതമാനം തുല്യം തന്നെയാണ്. പെൻഷനായവർക്ക് ക്ഷാമാശ്വാസം എന്നും പറയുന്നു, സർവീസിലുള്ളവർക്ക് ക്ഷാമബത്ത എന്നും പറയും. അത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നെന്നുള്ള കാര്യത്തിലേക്ക് ഇപ്പം ഞാൻ കടക്കുന്നില്ല, അത് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ കോൺട്രിബ്യൂഷൻ ഇപ്പോൾ അടയ്ക്കുന്നത് പോലെ തന്നെ 10%, അത് P+DAയുടെ ആയിരിക്കും, 10% ഓരോ ജീവനക്കാരനും അടയ്ക്കണം.
സർക്കാരും അത്ര തന്നെ തുക കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. ഇപ്പോൾ സർക്കാർ എൻ പി എസിലേക്ക് ജീവനക്കാരൻ അടയ്ക്കുന്ന ആ 10% സർക്കാരും എൻ പി എസിലേക്ക് അടയ്ക്കുന്നുണ്ട് കൃത്യമായിട്ട് എന്ന കാര്യം ഇവിടെ പറയേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞതാണ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ വിശദമായ ഉത്തരവ് ഓരോ കാര്യത്തിനും പ്രത്യേകമായിട്ട് ഇറക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ മാത്രമേ നമ്മൾക്ക് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അതിൽ പറയാനുണ്ടാവുള്ളൂ. മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നിലവിൽ സ്റ്റാറ്റ്യൂട്ടറിയിൽ കിട്ടുന്ന കമ്മ്യൂട്ടേഷൻ ഉണ്ടാവില്ല. അതാണ് മറ്റൊരു കാര്യം. DCRG ഉണ്ടാവും. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നത് ഇതൊരു ക്ഷേമനിധി ബോർഡ് പോലെ, ഇപ്പം നിലവിൽ ക്ഷേമനിധി ബോർഡ് ഉണ്ടല്ലോ, അതുപോലെ ഒരു പെൻഷൻ ബോർഡ് വരാനാണ് സാധ്യത. പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് നേരിട്ടുള്ളതല്ലാതെ അതിന്റെ കൺട്രോളിൽ ഒരു പെൻഷൻ ബോർഡ് പെൻഷൻ വിതരണം ചെയ്യാൻ വരാനാണ് സാധ്യത എന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു ബോർഡ് ആണ് വരുന്നതെങ്കിൽ സർക്കാർ കോൺട്രിബ്യൂഷനായ 10% എനിക്ക് തോന്നുന്നു കേട്ടോ, ഒരു ബുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ ചെയ്യാൻ കഴിഞ്ഞേക്കും. അതൊരു ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് പോയാൽ മതിയാവും. തൽക്കാലം സർക്കാർ പൈസ മുടക്കേണ്ടി വരില്ല. ജീവനക്കാരുടെ 10% കോൺട്രിബ്യൂഷൻ ഈ ഫണ്ടിലേക്ക് നമ്മൾ പിടിക്കും. അതിനുശേഷം സർക്കാരിന്റെ 10% എന്ന് പറയുന്നത് ഒരു ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കണക്കിൽ ഉണ്ടാവും. പണം അപ്പ കൊടുക്കണ്ട. എന്നാൽ അതെല്ലാം കണക്ക് കൂട്ടി പെൻഷൻ ആവുന്ന സമയത്ത് സർക്കാർ അത് കൊടുക്കുകയും വേണം. അപ്പൊ ആ രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റിന് സാധ്യതയുണ്ട്. അങ്ങനെ നടക്കുന്നതാണ്. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ സർക്കാർ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ മന്ത്ലി NPS ആവുമ്പോൾ ഇവരത്ര അടയ്ക്കുന്നു, അത്ര തന്നെ സർക്കാർ NPSലേക്ക് അടയ്ക്കണം. അതിന് ഫണ്ട് മാനേജർ ഉണ്ട്, അവർ പലതരത്തിൽ ഇൻവെസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതിനൊരു സാധ്യതയുണ്ട്. അത് സർക്കാരിനെ സംബന്ധിച്ച് ഒരു താൽക്കാലിക ആശ്വാസമാണ് എന്ന കാര്യവും എനിക്ക് തോന്നുന്ന കാര്യമാണ്. വിശദമായ ഉത്തരം ഇറങ്ങിയാലേ അത് നമ്മൾ പറയാൻ പറ്റുള്ളൂ. ഇനി ഇതാണ് നമുക്ക് പറയാനുള്ളത്. ഈ അഷ്വേർഡ് പെൻഷൻ സ്കീമില് ഇപ്പൊ നമ്മൾ ഉത്തരവ് ഇറങ്ങിയെങ്കിലും അതിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഉത്തരങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അത് വിശദമായ ഈ ഉത്തരവ് ഇറങ്ങിയെങ്കിലും വിശദമായ ഉത്തരവുകൾ ഓരോ കാര്യത്തിലും ഇറങ്ങിയിട്ടില്ല. അത് വന്നാൽ മാത്രമേ നമുക്ക് അതിലെ അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. പല ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, NPS നിന്ന് നമ്മളിപ്പോ അഷ്വേർഡ് പെൻഷൻ സ്കീമിലേക്ക് മാറിയാൽ ഈ NPS അടച്ച പണം എങ്ങനെയായിരിക്കും? അത് നമുക്ക് ഉടനെ കിട്ടുമോ, അല്ലെങ്കിൽ നമ്മുടെ റിട്ടയർമെന്റിലാണ് കിട്ടുമോ, അല്ലെങ്കിൽ നമുക്ക് ലോൺ എടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ NPS നിന്ന് അഷ്വേർഡ് പെൻഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഒരു ഉത്തരം അവിടെ നമുക്ക് കിട്ടേണ്ടിയിരിക്കുന്നു. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ NPS ഇപ്പോൾ അടച്ച പണത്തിന്റെ ഒരു നിശ്ചിത ശതമാനം ബൾക്കായിട്ട് തിരിച്ചു കിട്ടും. എത്രയാണെന്ന് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഈ അഷ്വേർഡ് പെൻഷനിലും അത്തരത്തിലൊരു ബൾക്കായിട്ട് നമുക്ക് റീഫണ്ട് കിട്ടുമോ? അടച്ച പണത്തിന്റെ ഇത്ര ശതമാനം, അല്ലെങ്കിൽ കിട്ടിയില്ല, അങ്ങനെ കൊടുക്കുന്നില്ല, അതിന് പകരമായിട്ട് ബൾക്കായിട്ട് തിരിച്ചു കൊടുക്കാതെ പെൻഷനും DRഉം മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇത് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്, എങ്ങനെയാണ് അതിന്റെ ഒരു സിസ്റ്റം എന്ന്. മറ്റൊരു ചോദ്യം എന്താന്ന് പറഞ്ഞാല് നമ്മളിപ്പോ 1/4/2013 ഈ ഈ പങ്കാളിത്ത പെൻഷൻ തുടങ്ങിയത്. അപ്പൊ ആ 1/4/2013 മുതല് ഇപ്പോ ഈ പിന്നെ പുതിയ സ്കീം തുടങ്ങുന്ന ഒന്നിനു മുമ്പ്, അതായത് 31/3/2026 വരെ ഉള്ള കാലയളവിൽ റിട്ടയർ ചെയ്തവരെ സംബന്ധിച്ച് ഇതെങ്ങനെയായിരിക്കും ട്രീറ്റ് ചെയ്യുക എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മളുടെ ഈ NPSന്റെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ NPSൽ നമ്മളും സർക്കാരും ഡിപ്പോസിറ്റ് ചെയ്യുന്ന PFDAയുടെ 10%, അതായത് ജീവനക്കാരൻ PFDAയുടെ 10% NPSലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അത്ര തന്നെ സംഖ്യ സർക്കാരും കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോ അവിടെ NPSല് ആ മാനേജര്, അവിടെ ഒരു ഫണ്ട് മാനേജർ ഉണ്ട്. ആ ഫണ്ട് മാനേജർ എന്ത് ചെയ്യും? നമ്മൾ രണ്ടു കൂട്ടരും, അതായത് ജീവനക്കാരനും സർക്കാരും അടയ്ക്കുന്ന പണം
വിവിധ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിൽ, ഡെപ്റ്റ് ഫണ്ട്, അതേപോലെ ബോണ്ടുകൾ, ഇക്വിറ്റീസ്, ഇവയിലൊക്കെ നമുക്ക് വേണ്ടി നിക്ഷേപിച്ച് പണം വളർത്തുന്നുണ്ട് ശരിക്കും. പണം വളരുകയാണ്. അതായത് ചില ആൾക്കാർ പറയാറുണ്ട് നമ്മൾ ഉറങ്ങുന്ന സമയത്തും ഗ്രോത്ത് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ മാതിരി. അപ്പോ അത്തരത്തിൽ എൻ പി എസിലെ ഫണ്ട് മാനേജർമാര് നമുക്ക് വേണ്ടി അത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൂടി നമ്മളുടെ കോൺട്രിബ്യൂഷനിലേക്ക്, അക്കൗണ്ടിലേക്ക് വരുന്ന ഒരു രീതി അവിടെയുണ്ട്. അത് ഒരുപക്ഷെ അതിന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവാം. ഗാംബ്ലിംഗ് ആണ്, അല്ലെങ്കിൽ പിന്നെ ചൂതാട്ടമാണ്, അങ്ങനെയൊക്കെ പറയാറുണ്ട് ഇത്. പക്ഷെ ഇത് അങ്ങനെയുള്ള നിക്ഷേപങ്ങൾ, ബോണ്ട് മാർക്കറ്റിലും ഇക്വിറ്റീസിലും ഒക്കെയുള്ള നിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സെബിയുടെ കൺട്രോളിലാണ്. നമ്മൾ ബാങ്കുകൾ റിസർവ് ബാങ്കിന്റെ കൺട്രോളിൽ എന്ന് പറയുന്നത് മാതിരി തന്നെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു അതോറിറ്റിയുടെ കൺട്രോളിലാണ് ഇതൊക്കെ നടക്കുന്നത്. അവിടെ നമ്മൾ ഈ മാർക്കറ്റിന്റെ കയറ്റിറങ്ങുകൾക്ക് വിധേയമാണ് ഒന്ന്, അല്ലെങ്കിൽ സബ്ജക്റ്റ് ടു മാർക്കറ്റ് റിസ്ക് എന്നൊക്കെ പറയാമെങ്കിലും എൻ പി എസിലെ നിക്ഷേപങ്ങൾ അങ്ങനെ പല വിമർശനങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് പിന്നെ ഇത് ചൂതാട്ടം നടത്തിയിട്ടാണ് ഈ എൻ പി എസ് പോകുന്നത്, അല്ലെങ്കിൽ ഗാംബ്ലിംഗ് ആണ്, പിന്നെ ഉറപ്പില്ല, അത് അവസാനം എന്താവുമെന്ന് ആർക്കറിയാം, ഇങ്ങനെയൊക്കെയുള്ള. എങ്കിൽ പോലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഷോർട്ട് ടേമിൽ മാർക്കറ്റിലെ കയറ്റിറങ്ങുകൾക്ക് വിധേയമാണെങ്കിൽ പോലും ചിലപ്പോൾ നിക്ഷേപിച്ചതിനേക്കാൾ ലോസ് വരാമെങ്കിൽ പോലും ഒരു ലോങ് ടേമിൽ ഈ പണം, ഈ ഡിപ്പോസിറ്റ് ചെയ്ത പണം കോമ്പൗണ്ടിങ് നടക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് മെച്ചമായിരിക്കുകയും ചെയ്യും. അപ്പൊ അത്തരം ഒരു കോമ്പൗണ്ടിങ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂട്ടിങ് ഒക്കെ നടക്കുന്ന ഒരു രീതിയിലാണ് നമ്മളുടെ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്കീം, ഇത് സിസ്റ്റം പോയി കഴിഞ്ഞാൽ മൊത്തം പിന്നെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വളരെ മോശമാവും. പക്ഷെ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ലോങ് ടേമിൽ ഇത് എൻ ബി എസിൽ ഇത്തരത്തിലുള്ള ഒരു വളർത്തൽ മെച്ചമായിരിക്കുമെന്ന് തോന്നുന്നു. എന്നാൽ ഈ പെൻഷൻ ബോർഡിൽ ഇത്തരത്തിലുള്ള ഒരു ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടക്കുന്നില്ല എന്ന കാര്യവും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കും മിക്കവാറും. അല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു പെൻഷൻ ഫണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൽ അതിൽ ലഭിക്കുന്ന പണം മറ്റൊരു ഇൻവെസ്റ്റ്മെന്റിന് സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അതും വിശദമായ ഉത്തരവുകൾ വരട്ടെ. മറ്റത് ഇതില് ഇതാണ് ഞാൻ പറഞ്ഞത്, ഈ സ്കീമില്, അഷ്വേർഡ് പെൻഷൻ സ്കീമില് പെൻഷൻ ബോർഡിന് ഇത്തരത്തിലുള്ള ഒരു നമ്മളെ എൻ പി എസിലെ ഫണ്ട് മാനേജർ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിലൊക്കെ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പോലുള്ള ഒരു ഡിപ്പോസിറ്റിംഗ് സിസ്റ്റം ഈ പിന്നെ പെൻഷൻ ബോർഡിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സ്കീം, അതായത് ഈ അഷ്വേർഡ് പെൻഷൻ സ്കീമിലും എന്താ ഇത് പ്രകാരം നമ്മൾ റിട്ടയർമെന്റ് ഇയർ എന്ന് പറയുന്നത് 60 വർഷം തന്നെയാണ്. അല്ലെങ്കിൽ 60 വയസ്സ് ആകുമ്പോൾ തന്നെയാണ് റിട്ടയർമെന്റ്. മറ്റുള്ളവർക്ക് 56 ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പൊ ഇതിലുള്ള ഒരു വ്യത്യാസം എനിക്ക് തോന്നുന്നത്, ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ സ്കീം പ്രകാരം നമ്മളിപ്പോ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. സ്കീം പ്രകാരം റിട്ടയർമെന്റ് എന്ന് പറയുന്നത് കുറേ വർഷങ്ങൾ ശേഷം മാത്രമേ ഉണ്ടാവൂ. പെട്ടെന്ന് ഒന്ന് 56 60 ആക്കിയതിന്റെ ഒരു പ്രശ്നം. മറ്റത് ചെറിയ സർവീസ് ഉള്ളവർ മാത്രം, കുറഞ്ഞ ആൾക്കാർ മാത്രമേ ഉടനടി റിട്ടയർ ചെയ്യുന്നുള്ളൂ. 60 ഒരു 50-നും 50 കഴിഞ്ഞവര്, അല്ലെ 45 കഴിഞ്ഞ് നിൽക്കുന്നവര് മാത്രമേ പെട്ടെന്ന് റിട്ടയർ ആവുന്നുള്ളൂ. എന്നാൽ 25-ഉം 30-ഉം വയസ്സിലൊക്കെ സർവീസിൽ കയറുന്നവർക്ക് 30-ഉം 35-ഉം വർഷത്തും കഴിഞ്ഞിട്ടാണ് ഈ റിട്ടയർമെന്റ് വരുന്നുള്ളൂ. അപ്പോൾ മാത്രം ഈ പെൻഷൻ നമ്മൾ കൊടുത്താൽ മതി എന്ന് പറയുന്നത് ഏത് സർക്കാരായാലും ശരി, ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശ്വാസമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി നമ്മൾ ഈ പിന്നെ ഇതൊക്കെ ഞാൻ അവന്റെ ഒരു ഔട്ട്ലൈൻ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ, എന്നെ കേൾക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ ഞാൻ ഈ പിന്നെ അഷ്വേർഡ് പെൻഷൻ സ്കീമിനെ പറ്റിയുള്ള ഒരു രീതി, അതിന്റെ ഒരു സ്ട്രക്ചർ മൊത്തത്തിൽ ഒന്ന് വരച്ചിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം വരും, അതിൽ സംശയമൊന്നുമില്ല. ആ ചോദ്യങ്ങൾക്കൊക്കെ വിശദമായ ഒരു ഉത്തരം കിട്ടണമെങ്കിൽ ഇത് പറഞ്ഞിട്ടുണ്ട്, ഈ ഉത്തരവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങൾക്കൊക്കെ
ഫർദർ ഓർഡേഴ്സ് വരും, വിശദമായ ഉത്തരവ് ആ, ഇറങ്ങും എന്ന കാര്യത്തിൽ അപ്പം മാത്രമേ, അങ്ങനെ വിശദമായ ഉത്തരവ് ഇറങ്ങിയതിൽ മാത്രമേ, നമ്മൾ ഈ പറഞ്ഞത് മുഴുവനും ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇത് ഈ അഷ്വേർഡ് പെൻഷൻ നേട്ടമാണോ അതോ NPS ആണോ മെച്ചം എന്ന് പ്രവചിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് സത്യം. എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഉത്തരവ് വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. വളരെ പ്രതീക്ഷയോടെ തന്നെ കാത്തിരിക്കാം എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ കഴിയുള്ളൂ. ഒരുപാട് ജീവനക്കാര് ആ, കാത്തിരിക്കുന്ന ഒന്നാണ് ഈ അഷ്വേർഡ് പെൻഷൻ, അതായത് പങ്കാളിത്ത പെൻഷന് പകരം വരുന്ന ഉറപ്പുള്ള പെൻഷൻ അഥവാ അഷ്വേർഡ് പെൻഷൻ. NPS-ലുള്ളവരും ഒരു ആശങ്കാകുലരാണ്. എന്ത് ചെയ്യണം, അവിടെ നിൽക്കണോ അല്ലെങ്കിൽ ഇങ്ങോട്ട് ചാടണോ, അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മൾ സർവീസിൽ കയറുന്നവർ ഏത് ഓപ്റ്റ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ആശങ്കകളുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ പോയാലും ശരി, അങ്ങോട്ട് ഈ റിസ്ക് കുറഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്ക്കും ആഗ്രഹിക്കാത്തവർ, അങ്ങനെ ഒരു വിഭാഗം നമ്മളുടെ എല്ലാ സമൂഹത്തിലും ഉണ്ട്, ജീവനക്കാരിലും ഉണ്ട്. അങ്ങനെ ഒരു റിസ്ക്കും ആഗ്രഹിക്കുന്നില്ല, എനിക്കെത്രയാണോ കിട്ടുന്നത് അത് മതി എന്ന് മാത്രം ചിന്തിച്ച്, അതൊരു ലിമിറ്റഡ് എമൗണ്ട് ആണെങ്കിൽ പോലും അത് മതി എന്ന് ചിന്തിച്ച് മുമ്പോട്ട് പോകുന്നവർക്ക് ഈ അഷ്വേർഡ് പെൻഷൻ സ്കീമായിരിക്കും നല്ലത്. ഒന്ന്. മറ്റത് കുറച്ച് റിസ്ക് എടുക്കാൻ അതിൻ്റെ കാൽക്കുലേഷനിലൊക്കെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ NPS-ലേക്ക് പോകാവുന്നതാണ്. പക്ഷേ ഇതൊന്നും ഞാൻ പറയുന്നില്ല, അതെന്താണ് ഏതാണ് നല്ലതെന്നൊന്നും ഇപ്പൊ പറയുന്നില്ല. പിന്നെ എന്താ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇതൊക്കെ വർഷങ്ങൾക്ക് ശേഷം, അന്നൊക്കെ എത്രയോ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടാവും. ആ മാറ്റങ്ങൾക്ക് വിധേയമായി അവസാനം ഇതൊക്കെ എങ്ങനെയായിരിക്കുമെന്നൊന്നും ഇപ്പോ പ്രവചിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. എന്തു തന്നെയായാലും വിശദമായ ഉത്തരവ് വരട്ടെ. ഓക്കെ, ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.